ഇത് ശ്രുതി ഇവിടുത്തെ ഡൊമസ്റ്റിക് ടീമിൻ്റെ ഹെഡാണ്. ആക്ച്വലി ഏജ് വേൾഡ് ഇന്റർനാഷണലിൽ വന്നിട്ട് ഒരു ഡൊമസ്റ്റിക് ടീം എന്ന് കേട്ടപ്പം ഐ ഗോട്ട് കൺഫ്യൂസ്ഡ്. ശരിക്കും എന്താണ് ഈ ഡൊമസ്റ്റിക്? ഓക്കെ, ഡൊമസ്റ്റിക് അഡ്മിഷൻസ് ഭയങ്കര സിമ്പിളാണ്. ഇന്ത്യയിലുള്ള അഡ്മിഷൻസ്, ഇന്ത്യക്കകത്ത് നമ്മൾ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന അഡ്മിഷൻസിനെയാണ് നമ്മൾ ഡൊമസ്റ്റിക് അഡ്മിഷൻസ് എന്ന് പേരിട്ട് വിളിക്കുന്നത്. നമുക്കിപ്പോൾ മെഡിക്കൽ, നഴ്സിംഗ്, പാരാമെഡിക്കൽ, ഡിഗ്രി എല്ലാ കോഴ്സസിനും നമ്മൾ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഡൊമസ്റ്റിക് ടീം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് അഡ്മിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് ഇവിടെ അഡ്മിഷൻസിന് വേണ്ടിയിട്ട് ഡൊമസ്റ്റിക്കിന് വേണ്ടിയിട്ട്? ഡൊമസ്റ്റിക്കിന് വേണ്ടിയിട്ട് നമുക്ക് മെയിൻലി +2 സ്റ്റുഡൻസ് ആണ് വരുന്നത്. ഇപ്പോൾ +2 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, അതെ UG കോഴ്സിന് വേണ്ടിയിട്ടാണ്. PG ഓൾസോ നമ്മൾ ചെയ്യുന്നുണ്ട്. മെയിൻലി നമ്മൾ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് +2 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അതിൽ എല്ലാ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസും ഉണ്ട്. മെയിൻലി അവർക്ക് 2 കാറ്റഗറിയാണ് ഉള്ളത് +2 കഴിയുമ്പോൾ. ഒന്ന് അവർ ഭയങ്കര മാർക്ക് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവരായിരിക്കും. ഒരു 95-96 മാർക്സ് ഓൾറെഡി അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. സോ അവർ ഓൾറെഡി എന്താവണം എന്നൊക്കെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാവും. അവർക്ക് ജസ്റ്റ് അതിലോട്ട് എത്താൻ എന്ത് ചെയ്യണം എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ അവർ നമ്മളോട് എങ്ങനെ ഏതൊക്കെ എക്സാംസ് അറ്റൻഡ് ചെയ്യണം, അതെങ്ങനെ അറ്റൻഡ് ചെയ്യാം, അങ്ങനത്തെ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് വരും. ഒരു സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് അത്ര ഒരു മാർക്ക് അവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല, ഒരു 90% താഴെയൊക്കെ. അപ്പോൾ ഓഫ് കോഴ്സ് അവർക്ക് ഇവിടെ ഗവൺമെന്റ് സീറ്റ് കിട്ടില്ല, കിട്ടാൻ ഭയങ്കര ചാൻസസ് കുറവാണ്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ഇനി എന്താണ് നെക്സ്റ്റ് ഓപ്ഷൻ, അവർ ആ ഡ്രീമിലോട്ട് എത്താൻ വേണ്ടി ഏത് കോളേജിലാണ് ആ ഒരു കോഴ്സ് ഉള്ളത്, അവിടെ എങ്ങനെ അഡ്മിഷൻ എടുക്കാം, അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ചോദിച്ചു വരുന്ന ഒരു കാറ്റഗറിയാണ് ഒരു സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ അപ്രോച്ച് ചെയ്യുന്നത്. ആൻഡ് ഒരു സ്പെസിഫിക് കൈൻഡ് ഓഫ് കോഴ്സസ് ഉണ്ടാവുമല്ലോ ഈ ഡൊമസ്റ്റിക് ഫീൽഡ് അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ, ഏതൊക്കെ കോഴ്സസിനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്? ഇപ്പോൾ ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കോഴ്സസും നമ്മൾ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഒരു മെഡിക്കൽ തൊട്ട് ഡിഗ്രി, പാരാമെഡിക്കൽ, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ മോസ്റ്റ്ലി ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു പ്രീവിയസ് 2-3 ഇയേഴ്സ് ആയിട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് പാരാമെഡിക്കൽ കോഴ്സസ് ആണ്. നഴ്സിംഗ് ഓഫ് കോഴ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ അതുപോലെ തന്നെ ഡിഗ്രിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് അങ്ങനെയുള്ള കുറച്ച് ന്യൂ ജനറേഷൻ കോഴ്സസ് കൂടി കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ഈ പാരാമെഡിക്കൽ കോഴ്സസിന് കീഴിൽ വരുന്ന കോഴ്സസ് എന്തൊക്കെയാണെന്ന് പറയുക? ഓഫ് കോഴ്സ് ഇപ്പോൾ പാരാമെഡിക്കൽ കോഴ്സസിൽ ഒരുപാട് കോഴ്സ് അതിൽ അടിയിൽ വരുന്നുണ്ട്. നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ MLT, MIT, AUT, CCT, CVT അങ്ങനെ ഡിഫറെൻറ്റ് ഒരുപാട് കോഴ്സസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ കുട്ടിയുടെയും ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് അവർക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ 12th കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന്റെ അഡ്മിഷൻസിന് വേണ്ടിയിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ പേരൻസിന് എപ്പോഴും ഒരു കൺസേൺ ആയിരിക്കും കേരളത്തിന് പുറത്ത് വിടുന്നതിനെ കുറിച്ചിട്ടല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കൺസേൺസ് അവർ പറയാറുണ്ടോ? ഓഫ് കോഴ്സ് നമ്മളുടെ അടുത്ത് വരുന്ന എല്ലാ പേരൻസിനുള്ള കൺസേൺസ് ആണ്. ഈവൻ ഇപ്പോൾ അവർ അബ്രോഡ് പോകുന്നതിനൊക്കെ ടെൻഷനാണ് ഇവിടെ കേരളത്തിന് പുറത്ത് പോകുമ്പോൾ. കാരണം ഇപ്പോൾ അതർ സ്റ്റേറ്റിലെ സ്റ്റുഡൻസ് എങ്ങനെയായിരിക്കും എന്നറിയില്ല, അവരുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കും എന്നറിയില്ല. ഈവൻ ഇപ്പോൾ പുറത്തൊക്കെ വിടുമ്പോൾ റിലീജിയസ് ബേസിസിൽ വരെ അവർ കൺസേൺഡ് ആണ്, അങ്ങനെ വരെ അവർ നോക്കുന്നുണ്ട്. പിന്നെ ഫുഡ് മെയിനായിട്ടും ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഫുഡ് ഭയങ്കര പ്രശ്നമാണ്, ഹോസ്റ്റല് പ്രശ്നമാണ്, ക്ലീൻ ആയിട്ടുണ്ടാവില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് പ്രശ്നമാണ്. സോ അങ്ങനത്തെ കൺസേൺസ് ഒക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു മിനിമം ക്വാളിറ്റി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കോളേജസിൽ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കൺസേൺസ് ഒക്കെ ജനറലി എല്ലാ പേരൻസിനും ഉണ്ടാവുമല്ലോ. അപ്പം ഒബ്വിയസ്ലി ഇവിടെ വന്നിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിനുള്ള സൊല്യൂഷൻസും കൊടുക്കണം. നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. ഒന്നാമത് സൊല്യൂഷൻ നമുക്കൊരു 25 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മൾ ഓരോ അഡ്മിഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കോളേജസും വിസിറ്റ് ചെയ്യാറുണ്ട്. സോ അവിടെ പോയി അവരുടെ ഹോസ്റ്റൽസ് വിസിറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഫുഡ് ടെസ്റ്റ് ചെയ്യും, എല്ലാം ചെയ്യാറുണ്ട്. അത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ബേസിസിൽ നമ്മൾ റേറ്റിംഗ് കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും ഓരോ കോളേജ് ഓപ്ഷൻസ് നമ്മൾ സ്റ്റുഡൻസിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ഇയർ എൻഡിലും അവരോട് ജോയിൻ ചെയ്ത കുട്ടികളുടെ ഇരുന്ന് റിവ്യൂസ് കളക്ട് ചെയ്യാറുണ്ട്. സോ അവരുടെ റിവ്യൂസിൽ അവരുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ഫുഡ് എല്ലാം നോക്കിയിട്ട് അതും നമ്മളുടെ ഒരു മെയിൻ കൺസിഡറേഷൻ ആണ്. അതിൻ്റെ ബേസിസിൽ കൂടി ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ഇയർ സ്റ്റുഡൻസിന് പിന്നെയും സോർട്ട് ചെയ്ത് കോളേജ് ഓപ്ഷൻസ് കൊടുക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇത്രയും നന്നായിട്ട് അവർക്കൊരു ഓപ്ഷൻ കിട്ടാൻ വേറൊരു സ്ഥലം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇത്രയും റിവ്യൂ ബേസിസിൽ കിട്ടാനായിട്ട്. ഈ കേരളത്തിൽ തന്നെ there are a lot of opportunities, കോളേജ് ഒക്കെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് കേരളത്തിന് പുറത്ത് അങ്ങനെ പോകുന്നതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഓക്കെ, ഓഫ് കോഴ്സ് ഇതും നമ്മുടെ പാരൻസ് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ കേരളത്തിന് പുറത്ത് എന്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഒറ്റ പോയിന്റേ പറയുള്ളൂ, പേഴ്സണൽ ഗ്രോത്ത് തന്നെയാണ് മെയിൻ ഫാക്ടർ. ഇപ്പോൾ നാളെ അവരൊരു ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂയുടെ മുന്നിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഒന്ന്, അവർക്കൊരു കോൺഫിഡൻസ് വേണം, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, എന്നാലാണ് അവർക്കൊരു കോൺഫിഡൻസ് വരത്തുള്ളൂ. പിന്നെ മസ്റ്റ് ആയിട്ടുള്ള കാര്യം ലാംഗ്വേജ്. സോ ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന സമയത്ത് ഇവർക്ക് എല്ലാവരും സംസാരിക്കുന്നത് മലയാളത്തിലായിരിക്കും, ഇവർ
ഫ്രണ്ട്സ് മലയാളീസ് ആയിരിക്കും. സോ അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളൊരു പുറത്ത് പോയി പഠിക്കുന്ന സമയത്ത് അതർ സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസ് ആയിരിക്കും, അവരെല്ലാം സംസാരിക്കുന്നതെല്ലാം ഇംഗ്ലീഷിലായിരിക്കും. സോ അവരുടെ ലാംഗ്വേജ് ഒക്കെ ഓട്ടോമാറ്റിക്കലി അത് ഇമ്പ്രൂവ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അത് ഒരു മെയിൻ ഫാക്ടറാണ് അവർക്ക്. പിന്നെ നാളെ ഇപ്പോൾ ഒരു ഒരു ഇൻ്റർവ്യൂ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് അതൊക്കെ വരാനായിട്ട് ഓഫ് കോഴ്സ് അവർ പുറത്ത് പോയി പഠിച്ചേ പറ്റൂ എന്ന് ഞാൻ പറയും ഇന്നത്തെ കാലത്ത്. കാരണം ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവർക്ക് നമ്മുടെ ഒരു കംഫർട്ട് സോണിലായിപ്പോവും, പാരൻസിൻ്റെ അണ്ടറിൽ ഒരു കംഫർട്ട് സോണിലായിപ്പോവും, അവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കില്ല. സോ ഞാൻ മെയിനായിട്ടും പറയുന്നത് പേഴ്സണൽ ഗ്രോത്ത് ആണ്. പിന്നെ ഓഫ് കോഴ്സ് അവർക്ക് അക്കാഡമിക് ഗ്രോത്ത് ഓഫ് കോഴ്സ് ഉണ്ട്. കാരണം പല കുട്ടികളും അവർ ആഗ്രഹിക്കുന്ന കോഴ്സിലേക്ക് ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനത്തെ കോഴ്സസിനൊക്കെ കേരളത്തിൽ നല്ല കോളേജ് ഓപ്ഷൻസ് തന്നെ ഇല്ല. സോ അവരുടെ ഒരു ഡ്രീം ഇവിടെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെടുക്കാണ്ട് പോവുക. സോ അങ്ങനത്തെ കുട്ടികൾക്ക് അറിയാത്തൊരു കാര്യം കൂടിയാണ് ബെസ്റ്റ് ഓപ്ഷൻസ് അവർക്ക് കേരളത്തിന് പുറത്തുണ്ട് എന്നുള്ളത്. സോ അവരുടെ ഡ്രീം കളയേണ്ട ആവശ്യമില്ല, നമ്മുടെ ഒരുപാട് കോളേജ് ഓപ്ഷൻസ് ഉണ്ട് അവർക്ക് കൊടുക്കാനായിട്ട്. So that exposure matters. Okay. പിന്നെ വേറൊരു കാര്യം, ഇപ്പം ഇന്റർനാഷണൽ കോളേജസിൽ പോവുകയാണെങ്കിൽ നമുക്ക് വിസാസ് വേണം, അങ്ങനത്തെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷെ ഡൊമസ്റ്റിക്കിൽ അങ്ങനത്തെ ഒന്നും വരുന്നില്ല. ദെൻ എന്തുകൊണ്ട് നമ്മൾ എഡ്യൂവേൾഡിനെ അപ്രോച്ച് ചെയ്യണം? എന്റെ ക്വസ്റ്റ്യൻ ഡയറക്ട്ലി നമുക്ക് പോയിട്ട് ചേർന്ന് പോരെ എന്നുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ട് എഡ്യൂവേൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആൻസർ നമ്മൾ 25th ഇയർ കംപ്ലീറ്റ് ചെയ്യാണ് എഡ്യൂവേൾഡ് ഈ വർഷം 2025. അതാണ് എൻ്റെ ഫസ്റ്റ് ആൻസർ. 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക്. ഓരോ കോളേജിൽ പോയാലും ഓരോ കുട്ടികൾ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ പറ്റും, ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡ്രീമിലോട്ട് എത്താൻ പറ്റും എന്ന് അറിയാൻ പറ്റും. അതാണ് നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു സ്റ്റുഡൻറ്റിനെ എടുക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് അഡ്മിഷൻ എടുത്ത് പോരുകയല്ല ചെയ്യുന്നത്, അവരൊരു കരിയർ ഗൈഡൻസ് തൊട്ട് അവർ 4 വർഷമാണോ 5 വർഷമാണോ അവിടെ പഠിക്കുന്നത്, ആ ത്രൂ ഔട്ട് അവർ പഠിക്കുന്ന ഇയേഴ്സിലുള്ള സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പം നമുക്ക് എല്ലാ സിറ്റീസിലും നമുക്ക് ഓഫീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് എഡ്യൂവേൾഡിൻ്റെ ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് അഡ്മിഷൻ എടുത്താലും അവർ എവിടെയാണോ പഠിക്കുന്നത് ആ സിറ്റിയിലെ ഓഫീസുമായിട്ട് അവർക്ക് കണക്ട് ചെയ്യാം. ത്രൂ ഔട്ട് ഈ 4-5 ഇയേഴ്സ് എന്ത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കണക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം പോകുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ പാരൻസിനൊക്കെ ചിലപ്പോൾ തനിക്കുവാനൊക്കെ പേടിയായിരിക്കും. ആ സമയത്തൊക്കെ നമ്മളുടെ സ്റ്റാഫ് അവരുടെ കൂടെ പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ സർവീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അഡ്മിഷൻ കൊടുക്കാൻ മാത്രമല്ല, ഒരു കരിയർ ഗൈഡൻസ് തൊട്ടിട്ട് ആ കുട്ടി പാസ് ഔട്ട് ആവുന്ന വരെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ. സോ അതാണ് എൻ്റെ ആൻസർ എന്തുകൊണ്ട് എഡ്യൂവേൾഡ് എന്ന് ചോദിച്ചത്. സോ പേരൻസിനാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും അവർക്ക് വേണ്ടി ത്രൂ ഔട്ട് അവരുടെ അക്കാഡമിക്സിൽ സംസാരിക്കാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആള്, അതാണ് നമ്മൾ. And that matters. Yes. That matters a lot. ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, ഈ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് റിസൾട്ട്സിനെ പോലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. അപ്പോൾ ഈ വർഷത്തെ അഡ്മിഷൻസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ പാരൻസിനും കുറച്ച് സ്റ്റുഡൻസിനും അറിയാത്തൊരു കാര്യമാണ്. അവരെല്ലാവരും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും, എത്ര മാർക്കൊക്കെ കിട്ടി എന്നൊക്കെ അറിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിക്കാം. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ കേരളത്തിന് പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും എല്ലാ കോളേജസിലും നെക്സ്റ്റ് ഇയറിലോട്ടുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ആവും. അപ്പോൾ നമുക്ക് ഇപ്പോഴേ അപ്ലിക്കേഷൻസ് ചെയ്യാം. അത് ഒരു കണക്കിന് നോക്കി കുട്ടികൾക്ക് ഭയങ്കര ബെനിഫിറ്റാണ്. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഏതാണോ നോക്കി ഇപ്പം തന്നെ ബെസ്റ്റ് കോളേജൊക്കെ നോക്കിയിട്ട് അവർക്ക് അഡ്മിഷൻ എടുത്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെന്റ് ആവുന്ന സമയത്ത് അതെ സ്ട്രെസ് ഒഴിവാക്കാൻ മാത്രമല്ല ഫീസിൽ ഫ്ലക്ച്വേഷൻസ് വരാം, സീറ്റ് അവൈലബിലിറ്റി ഓഫ് കോഴ്സ് ഉണ്ടാവില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പാരാമെഡിക്കൽ കോഴ്സസ് നഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ വളരെ കുറച്ച് സീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ. സോ ഇപ്പോഴേ അവർ സീറ്റ് ബുക്കിംഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സമാധാനമായി പോയിട്ട് വേണമെങ്കിൽ എക്സാം എഴുതാം. എൻ്റെ സീറ്റ് അതെ ഓഫ് കോഴ്സ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് +1 മാർക്കിൻ്റെ ബേസിസിലാണ് അഡ്മിഷൻസ് ഇപ്പോൾ കറന്റ് നടക്കുന്നത്. അപ്പോൾ ആ മാർക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന കോളേജ് ഓപ്ഷൻസ് ആണ് നമ്മളിപ്പോൾ തരുന്നത്. സോ 2025 അഡ്മിഷൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ തുടങ്ങാം, ഇനി ലേറ്റ് ആക്കണ്ട. അതെ, ഇതാണ് റൈറ്റ് ടൈം, ലേറ്റ് ആക്കണ്ട.